നമ്മൾ ജന്തർ മന്ദിർ എന്ന് അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഹുമയൂൺ ടോംബ്. ഇതും ഒരു വളരെ കാണേണ്ട ഒരു സ്ഥലമാണ്. ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഹുമയൂൺ ചക്രവർത്തിയുടെ ടോംബാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹുമയൂൺ ചക്രവർത്തിയുടെ ടോംബ് പണി കഴിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബീഗം ആയിരുന്നു എന്നുള്ളതും കൂടിയാണ്. ഏതായാലും നമുക്ക് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നുണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ ഡൽഹിയിൽ വരുമ്പോൾ ഒരു മസ്റ്റ് സീ പ്ലേസാണ് ഈ ഹുമയൂൺ ടോംബ്. ഈ ഹുമയൂൺ ടോംബിൽ വരുമ്പോൾ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 15ാം നൂറ്റാണ്ടുകളിൽ 1570 നിർമ്മിച്ച സ്ഥലങ്ങളാണ് നമ്മൾ ഈ പുറകിൽ കാണുന്നത്. ആ കാലഘട്ടത്തിൽ അതിൻ്റേതായ ഒരു ശൈലിയുണ്ടല്ലോ, പ്രത്യേക ശൈലിയിലുണ്ടാക്കിയ സ്ഥലങ്ങളാണ്. 15ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ബ്രിട്ടീഷ് അധിനിവേശത്തിനും എത്രയോ കാലം മുമ്പ് കെട്ടിയ സ്ഥലങ്ങളാണിതെല്ലാം. ഇതിൻ്റെ എൻട്രിയാണ്, ഇത്രയും വലിയ ഡോറൊക്കെയാണ്, തടിയിലാണ്, ഏറ്റവും വലിയതാണ്. അപ്പോൾ നമുക്കിവിടെ കാണുമ്പോൾ വലിയ ഹോളുകളൊക്കെ കാണുന്നുണ്ട്. ഇത് അറബ് സറായ് ഗേറ്റ് വേ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് 1560 15ാം നൂറ്റാണ്ടുകളിൽ. ഇതൊരു ടോംബാണെങ്കിൽ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കാലഘട്ടത്തിൽ ഇന്ത്യ എന്തുമാത്രം റിച്ചായിരുന്നു എന്നുള്ളതാണ്. ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ 15ാം നൂറ്റാണ്ടിലൊക്കെ ഇത്തരം വളരെ ലാവിഷായിട്ടാണ് ഒരു ടോംബാണെങ്കിലും. ഇത് നമ്മളിപ്പോൾ താജ്മഹലൊക്കെ പറയുകയാണെങ്കിൽ ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മുംതാസിന് വേണ്ടിയാണ് ഉണ്ടാക്കിയെങ്കിലും ഈ ശവകുടീരം പണിതിരിക്കുന്നത് ഹുമയൂൺ രാജാവിൻ്റെ ഭാര്യ ഹാജി ബേഗം ആണ് നിർമ്മിച്ചത് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷതയുള്ളത്. അപ്പോൾ നമ്മളൊരു ടോംബ് ഉണ്ടാക്കുമ്പോൾ ഇത്രയും വിശാലമായ രീതിയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യ എന്തുമാത്രം റിച്ചായിരുന്നു എന്നുള്ളതാണ്. ഈ ഹുമയൂൺ ടോംബിൽ വരുമ്പോൾ ഇവിടെ നമുക്കിതിനകത്ത് കയറുമ്പോൾ തന്നെ വളരെ വിശാലമായൊരു സ്ഥലമാണ്. നമുക്ക് ഈ കാണുന്ന പോലെ ഒരു ശാന്തത അനുഭവപ്പെടും. ഒരു മുഗൾ അധിനിവേശത്തിൻ്റെ കഥ ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ വരുമ്പോൾ നമുക്ക് തോന്നുന്നത് വളരെ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. മാത്രമല്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്ന വളരെ വലിയ കെട്ടിടങ്ങളും ഈ മോണുമെൻറ്റ്സും എല്ലാം ഒന്നുകിൽ മുഗൾ സാമ്രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, ഇല്ലെങ്കിൽ ബ്രിട്ടീഷ് അധിനിവേശത്തെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കെട്ടിടങ്ങളെല്ലാം കാണുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കിപ്പോൾ ഈ മരങ്ങൾക്ക് തന്നെ എന്തുമാത്രം കഥകൾ പറയാൻ കാണും. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ന്യൂഡൽഹിയിൽ വന്ന് ശരിക്കും അനുഭവപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഈ മതിലുകളൊക്കെ എന്ന് പറയുന്നത് 15ാം നൂറ്റാണ്ടുകളിലുള്ള ഈ മതിലുകൾക്ക് തന്നെ എത്രയോ കഥകൾ പറയാനുണ്ടാകും. ഹുമയൂൺ ടോംബ് വേൾഡ് ഹെറിറ്റേജ് മോണുമെൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേൾഡ് ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തുള്ള പല പല സ്ഥലങ്ങളിലെയും വെച്ച് നോക്കിയിട്ട് ഇങ്ങനെയുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയണമെങ്കിൽ അതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവണം. അത് നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. നമ്മൾ ഓൾറെഡി 2 ഗേറ്റ് കടന്നാണ് വന്നത്. ഇതിനിപ്പോൾ 3ാമത്തെ ഒരു ഗേറ്റ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഹുമയൂൺ ടോംബിലേക്ക് എത്തുന്നത്. അത്രയും വിശാലമായ സ്ഥലം, എത്രയോ ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഹുമയൂൺ ടോംബിന് അടുത്തെത്തിയിരിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ഒരു ഗേറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഹുമയൂൺ ടോംബിന് അകത്തേക്ക് കയറുകയാണ്. ഇത് ഏതാണ്ട് ഒരു താജ്മഹലിൻ്റെ വേറൊരു രീതി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു മുഗൾ ശൈലി ആർക്കിടെക്ചറിൻ്റെ ആദ്യ കാലത്തിലുള്ള കെട്ടിടങ്ങളിലൊന്നാണിത്. 1570 ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് താജ്മഹലും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഷാജഹാൻ മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയ മാർബിളിൽ തീർത്തതാണ്. ഇത് നമുക്ക് ചുവന്ന കല്ലും
വെള്ളക്കല്ലും ചേർന്നുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും വളരെ വിശാലമായ ഈ ഒരു ഇതിൻ്റെ പാർക്കുകളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ശാന്തത ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഡൽഹിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹുമയൂൺ ടോംബ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇതിനകത്തുള്ള ഇത് ഒരു കാര്യം പറയാം, ഒരു ശവകുടീരമാണെങ്കിൽ തന്നെയും ഒരു കലയും സൗന്ദര്യവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്ഥലം കൂടിയാണെന്നാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. നമുക്ക് ഏതായാലും അതിനകത്തേക്ക് പോകും. ചക്രവർത്തി ഹുമയൂണിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാജി ബേഗം നിർമ്മിച്ച ടോംബ് ആണെങ്കിൽ കൂടിയും നമുക്കിവിടെ വരുമ്പോൾ പല മറ്റ് ടോംബുകളും ഇവിടെ കാണാൻ കഴിയും. ഇവിടെ തന്നെ ഒരു 10-15 ടോംബുകൾ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ കഴിയും. ഒരു പക്ഷേ അന്നത്തെ രാജകുടുംബത്തിലുള്ള ആൾക്കാരുടെ മറ്റ് അവശിഷ്ടങ്ങളായിരിക്കാം ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മൾ ഹുമയൂൺ ടോംബിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും വിശാലമായ സ്ഥലത്ത് ഇങ്ങനെ ഒരു ടോംബ് ഉണ്ടാക്കുകയും അത് ഇത്രയും സുന്ദരമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളയും ചെങ്കല്ലും കലർന്ന ഈ ഒരു ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിൽ അന്ന് മെഷീനറീസ് ഒന്നും ഇല്ലാത്ത സമയത്ത് അവർ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ഒരു സ്മാരകം ഉണ്ടാക്കി എന്നുള്ളത് തന്നെ അതിശയമാണ്. ഇപ്പോൾ ഹുമയൂൺ ടോംബിന് അകത്ത് വരുമ്പോൾ വീണ്ടും നമുക്ക് 2 ടോംബുകളൂടി കാണാം. ഇവിടെ ഒന്നും എഴുതി വച്ചിട്ടില്ല. അപ്പോൾ ഇതും പ്രധാനപ്പെട്ട ആരുടെയോ ടോംബുകളാണ്. ഇവിടെ ആരും പറഞ്ഞു തരാനുമില്ല. അതുകൊണ്ട് ഇതിനകത്ത് വരുമ്പോൾ പ്രത്യേകിച്ചിട്ടുള്ള വേറെ 1-2 ടോംബുകളും കൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഖബറുകൾ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. പുറത്തും കുറച്ചധികം ഖബറുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് ആ കാലഘട്ടത്തിൽ ഒരു ടോംബ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ശവകുടീരം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ താജ്മഹൽ പണിതത് ഒരു യുണീക്കായിട്ടുള്ള ഒരു കാര്യമാണെന്നറിയാം. എന്നിരുന്നാലും ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ അത്രത്തോളം സ്നേഹവായ്പുള്ള ഒരു ഭാര്യ ആയിരുന്നു ഹുമയൂണിൻ്റെ ഭാര്യ ഹാജി ബേഗം എന്ന് നമ്മൾ കരുതപ്പെടേണ്ടിയിരിക്കുന്നു. ഈ ഹുമയൂൺ ടോംബിൽ നിന്ന് നമ്മളിനി അടുത്തൊരു അട്രാക്ഷനിലേക്ക് പോവുകയാണ്. എന്നിരുന്നാലും നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു ചരിത്രം ആണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ പടി ഇറങ്ങുമ്പോൾ തന്നെ 15-ാം നൂറ്റാണ്ടിൻ്റെ ഓർമ്മകളാണല്ലോ ഇതൊന്നും മാറ്റിയിട്ടുള്ളതൊന്നും അല്ല. ഈ കല്ലുകളും ഇതെല്ലാം 15-ാം നൂറ്റാണ്ടിൽ ആരോ കൈകൊണ്ട് ചീകി ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കൈപിടി അതിനുശേഷം വെച്ചതാണെന്നുള്ളതേ കാണത്തുള്ളൂ. ആളുകൾ വീഴാതിരിക്കാൻ വേണ്ടിയുള്ളൂ. കാരണം അന്നുണ്ടാക്കിയിരിക്കുന്ന സ്റ്റെപ്പുകളൊന്നും അത്ര സിമെട്രിക് ആയിട്ടൊന്നും അല്ല, വല്ല കല്ലുകളാണ്. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇറങ്ങിയൊക്കെ വന്ന് പോകാനായിട്ട്. ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ഒരു അട്രാക്ഷനിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ വരുമ്പോൾ നമുക്ക് ഏതായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഹുമയൂൺ ടോംബ്. ഈ ഹുമയൂൺ ടോംബിൽ വന്നപ്പോൾ മറ്റൊരു രസകരമായൊരു കാര്യം നടന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇറങ്ങി ആ ഗേറ്റ് വന്നപ്പോൾ ഗേറ്റ് അടച്ചിരിക്കുന്നു തിരിച്ചിറങ്ങാനുള്ള. അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ 4 വശവും കണ്ടാലും ഒരുപോലെ ഇരിക്കും എന്നുള്ളതാണ്. അതാണ് അന്നത്തെ ആർക്കിടെക്ചറിൻ്റെ ഗുണമെന്ന് പറയുന്നത്. നമ്മൾ ഒരു വശത്ത് ഇറങ്ങി വേറൊരു വശത്തൂടെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതാണ് പുറത്തെന്ന്. വന്ന സ്ഥലം അതേപോലെ തന്നെ ഇരിക്കും. ഇതിൻ്റെ 4 വശം നോക്കിയാലും ആ മരങ്ങളുമൊക്കെ പിടിച്ച് പച്ചപ്പും എല്ലാം, ആ ഗേറ്റുകളും അതിൻ്റെ കവാടങ്ങളും എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന വഴി നമ്മൾ നോക്കണം, അല്ലെങ്കിൽ ഒരു ചുറ്റൂടെ ചുറ്റേണ്ടി വരും തിരിച്ച് നമ്മൾ വന്ന വഴി പുറത്ത് പോകണമെങ്കിൽ. അത്രയും വളരെ രസകരമായ മനോഹരമായ ഒരു ബിൽഡിങ്ങാണ് ഈ ഹുമയൂൺ ടോംബ് എന്ന് പറയുന്നത്.
ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഡൽഹിയിലെ ഒരു മാർക്കറ്റ് പ്ലേസാണ്, നെഹ്റു പ്ലേസ് എന്ന് പറയും. അപ്പോൾ മൈക്രോസോഫ്റ്റ് പോലെയുള്ള അവരുടെ എല്ലാം കമ്പനികളെല്ലാം ഇവിടെയാണ്. അതുമാത്രമല്ല, എല്ലാ ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് കമ്പനികളെല്ലാം അവരുടെ എല്ലാം ഓഫീസുകൾ ഇവിടെയാണ്. നെഹ്റു പ്ലേസിൽ വന്നാൽ നമുക്ക് പല രീതിയിലുള്ള പർച്ചേസ് നടത്താൻ പറ്റും. ഇതുപോലെ സ്ട്രീറ്റിൽ ഈ സ്ട്രീറ്റ് മൊത്തം ഇങ്ങനെയാണ് മെയിനായിട്ട് കിട്ടുന്നത്. ഇലക്ട്രോണിക്സ് മാത്രമല്ല, നമ്മൾ കാണുന്ന പോലെ എല്ലാ തരം ഫുഡുകളുണ്ട്. സ്ട്രീറ്റ് ഫുഡെല്ലാം കഴിക്കണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം, സ്ട്രീറ്റ് ഫുഡ് കഴിക്കാം. ഇവിടെ കിട്ടാത്ത ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. നെഹ്റു പ്ലേസ്.